ഹലോ ഹലോ ജോക്കി, എനിക്ക് ജോക്കിയുടെ അടുത്തൊരു അർജന്റ് കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. ചന്ദ്രബോസ് ഉണ്ടല്ലേ? ചന്ദ്രബോസ് ഒരു കാര്യം വാ, നമുക്ക് ഇങ്ങോട്ടൊന്ന് വരണേ, നമുക്കൊന്ന് പോയി സംസാരിക്കാം. ജോക്കി വന്നില്ലേ വെള്ളത്തിൽ? നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ അതിന്. ഞാൻ പറഞ്ഞാണേ, നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ അതിന്. ഇവിടെ ഇരുന്നാ മതിയോ? തറയിരിക്കണം. ജോക്കി, എനിക്കൊരു വലിയ പ്ലാൻ ഉണ്ട് ജോക്കി. ഞാൻ ചന്ദ്ര ഇരിക്കണേ, ചന്ദ്ര ഇരുന്നു. ഞാനൊരു പ്രസന്റേഷൻ പ്രസന്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ ജോക്കി, എനിക്ക് വലിയൊരു പ്ലാൻ ഉണ്ട് ജോക്കി. ഈ മേയർ ഇലക്ഷൻ എന്തായാലും ഇല്ലല്ല, നിൽക്കാൻ പറ്റും. ഈ മേയർ ഇലക്ഷൻ ജോക്കി ടി.വി. ജോക്കിക്ക് വേറൊരു ഒപ്പോസിഷൻ നമുക്ക് താല്പര്യമില്ല. അത് ഓൾറെഡി ബോബിനോടും പറഞ്ഞൊരു കാര്യമാണ്. ജോക്കി, ഈ മേയർ ഇലക്ഷൻ നമ്മൾ ജോക്കിയെ ജയിപ്പിക്കുക എങ്ങനെ ആണെങ്കിലും. അതിനുള്ള എല്ലാ ക്യാമ്പയിൻ വർക്കും എല്ലാ പരിപാടികളും നമ്മൾ മുന്നിൽ നിന്ന് ചെയ്യും. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, വേറൊരു കാര്യം ജോക്കിയുടെ അടുത്ത് പറയാനൊരു കാര്യമുണ്ട്. ജോക്കി ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ സിറ്റിയില് നമ്മൾ ഈ മേയർ ഇലക്ഷൻ വന്നപ്പോൾ മാത്രമാണ് നമ്മൾ പൊളിറ്റിക്സിനെ പറ്റി സംസാരിച്ചത്. നമുക്ക് ഈ സിറ്റിയിൽ ഒരു പൊളിറ്റിക്സ് ഇല്ല. പക്ഷെ ഞാനൊരു കാര്യം പറയണമെന്ന് ജോക്കി, ഈ ഒരു മേയർ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് BVK വേണ്ടി പ്രവർത്തിക്കാം. ബോബ് വെട്ടിക്കഴകം അല്ല, JDP. നമ്മൾ ജോക്കി മേയർ ഇലക്ഷന് നമ്മളത് കംപ്ലീറ്റ്ലി, അത് ഞാൻ പറഞ്ഞല്ലോ ജോക്കി, അതിനകത്ത് ഒരിക്കലും ഒരു അപ്പോസിഷൻ ആയിട്ട് BVK കൊണ്ടുവരത്തില്ല നമ്മൾ. പക്ഷേ ഞാൻ പറയണതല്ല ജോക്കി, ഞാൻ പറയണതല്ല. BVK എന്ന് പറയുന്ന ഒരു പാർട്ടി നമ്മളിവിടെ ഫോം ചെയ്യുക. അപ്പാർട്ട് ഫ്രം ദ ഗ്യാങ് എല്ലാം നമുക്ക് സിറ്റിസൺസിനും ബാക്കിയുള്ള ഗ്യാങ്സിനും വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമുക്ക് കൊണ്ടുവരണം. ഈ BVK എന്ന് പറയുന്ന സാധനത്തിനകത്ത് എൻ്റെ ഒരു കോൺസെപ്റ്റില് ഞാൻ പറയണമെന്ന് വെച്ചാൽ, നമുക്ക് ഏത് ഗ്യാങ്ങിലുള്ള ആൾക്കാർക്കോ ഏത് സിറ്റിസണിനോ ജോയിൻ ചെയ്യാം. ആർക്ക് വേണമെങ്കിൽ ആ പാർട്ടിക്ക് ജോയിൻ ചെയ്യാം. എല്ലാ പാർട്ടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതാ പറഞ്ഞു ജോക്കി, ഞാനത് പറയുക. ഇപ്പൊ കറന്റ്ലി അങ്ങനെ ഒരു പാർട്ടി ഇല്ല ഇവിടെ. അങ്ങനെ ഒരു പാർട്ടി ഫോം ചെയ്തിട്ടില്ല. ഫസ്റ്റ് നമ്മൾ ഒഫീഷ്യലി റൺ ചെയ്യുന്ന പാർട്ടി ഓഫീസ് അടക്കം ഒഫീഷ്യലി റൺ ചെയ്യാൻ പോകുന്ന ഒരു പാർട്ടിയായിട്ട് നമ്മൾ BVK കൊണ്ടുവരാൻ പോവാ. അപ്പൊ ജോക്കി മേയർ ആയതിനു ശേഷമാണെങ്കിൽ പോലും ജോക്കിക്ക് BVK ഇപ്പം നമുക്ക് ക്യാമ്പയിന് വേണ്ടിട്ട് കാശ് മുടക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ ഇല്ല, ഈ മേയർ ഇലക്ഷന്റെ കാര്യം വിട്ടോ. മേയർ ഇലക്ഷൻ നമുക്ക് വേണ്ട. മേയർ ഇലക്ഷനിൽ നമുക്ക് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ല. മേയർ ഇലക്ഷനിൽ നമ്മൾ ജോക്കിയാ അല്ല, മേയർ ഇലക്ഷനിൽ പാർട്ടി ഇൻവോൾവ്മെന്റ് ആണ് വരുന്നത്. പാർട്ടി വൈസ് ആണ് മേയർ ഇലക്ഷൻ വരുന്നത്. ജോക്കി അത് മനസ്സിലായി ജോക്കി. അതുവരെ നമ്മളിത് അനൗൺസ് ചെയ്യാനോ ഒന്നും പോണില്ല. ജോക്കി ജയിച്ചു കഴിയട്ടെ. ജോക്കി ജയിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒഫീഷ്യലി വർക്ക് ചെയ്യാൻ പോണ ഒരു പാർട്ടി ആയിട്ട് ഫോം ചെയ്യാന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായ കാര്യം പറയട്ടെ. ഇപ്പം ഇത് അണ്ണൂന്റെ ഓപ്പോസിറ്റ് മത്സരിക്കുന്നവരാ? അത് കൊറേ പാർട്ടി വരൂടാ, ഇഷ്ടം പോലെ പാർട്ടി. അവരെല്ലാം വന്നോട്ടെ, ആരൊക്കെ വന്നാലും ഒരു പ്രശ്നമില്ല. അവരൊക്കെ വന്നോട്ടെ, അവരെല്ലാം വരട്ടെ, വരട്ടെ. നമ്മൾ ഇത് ഫോം ചെയ്ത് നമ്മള് ഇപ്പൊ ജോക്കി, ഞാൻ ഒരു കാര്യം പറഞ്ഞു, ജോക്കി മേയർ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോക്കിക്ക് വേറെ എന്ത് കാര്യത്തിലാ നമുക്കൊന്നും നോക്കാനില്ല. നമുക്ക് ഞാൻ ഓൾറെഡി ഒരു പാർട്ടി ഫോം ചെയ്തു. ജോക്കി അത് ഓക്കെ, അത് മേയർ ഇലക്ഷന് വേണ്ടിട്ടല്ലേ? അല്ല, മേയർ ഇലക്ഷൻ കഴിഞ്ഞാലോ പാർട്ടി ഇവിടെ തന്നെ കാണുമല്ലോ ജോക്കി. ജോക്കി അങ്ങനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജോക്കി പാർട്ടി ആയിട്ടല്ലോ, ഇൻഡിവിജ്വൽ മെമ്പർ ആയിട്ടല്ലേ? പാർട്ടി ആയിട്ടാണ് മത്സരിക്കേണ്ട ഇലക്ഷന്. അത് ഓൾറെഡി പറഞ്ഞായിരുന്നു. ബ്രാവോ അല്ല സോറി, വെളി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനാണെങ്കിൽ ഇത് നടക്കൂല ജോക്കി. അല്ലെങ്കിൽ പറ, സമ്മതിക്കൂല. എനിക്ക് സമ്മതിക്കില്ല പറയല്ലേ. നാളെ തട്ടാതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നമുക്ക് ബോംബ് ഹലോ, താഴെ വണ്ടി ഉണ്ടോ? എന്താ
ഇതായിരുന്നു സാധനം. ഇതാണോ സാധനം? പഴയ ഗൗളാണ്. പഴയ ആ മറ്റേ ആ വണ്ടിയല്ലേ ഇത്? ആ ഗൗള റാം. ഇത് ബാറ്റ് ഗൗൾ. ഇവിടെ കസ്റ്റം വണ്ടി ഒരു ഗ്യാങ് വണ്ടി ലുക്ക് പോലെ ചേട്ടാ അത്. ഇത് ചിഹ്നക്കാട്ടി വലുതാണിത്. ആ അതാണ് എന്റെ അമ്മ എന്തൊരു ഹൈറ്റ് ആണ്. ചന്ദന്റെ വണ്ടി ചെറുതാണ് ഇതൊരു ടിപ്പറാണ്. എന്റെ സ്വന്തം വീണ്ടും ഹോട്ട് വയർ വീണ്ടും മാറ്റിയോ? ഞാനൊരു കാര്യം പറയട്ടെ. എന്തിനറിയോ ഈ ബോബ് സ്റ്റാർ ഓൾറെഡി പറഞ്ഞു. ബോബ് സ്റ്റാർ ഇത് നമുക്ക് ലയിപ്പിക്കാൻ, എന്നിട്ട് ബോബ് സ്റ്റാർ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ അധോരമായി പണിയെടുക്കുന്നുള്ള കാര്യം ബോബ് സ്റ്റാർ ഓൾറെഡി പറഞ്ഞായിരുന്നു. താല്പര്യം അല്ലല്ല, ഇത് ഒരേ ഇതിൽ നിന്ന് രണ്ട് ഇത് വരുന്നത് എനിക്ക് താല്പര്യമില്ല, അവനും താല്പര്യമില്ല ആക്ച്വലി. പിന്നെ മോർ ഓവർ ദാറ്റ് ജോക്കി ഞാൻ പറയണത് മേയർ ഇലക്ഷന് വേണ്ടിട്ടല്ല ജോക്കി, അത് കഴിഞ്ഞോട്ടെ ജോക്കി മേയർ ആയി കഴിഞ്ഞതിന് ശേഷം. അല്ലടാ, ഈ മേയറിന് ഇലക്ഷന് നിക്കണമെങ്കിൽ ഒരു പാർട്ടി വേണം ജോക്കി. അത് ഓക്കെ, ഞാൻ പറയണത് അതല്ല ജോക്കി. ഞാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് സിറ്റിയില് ഈ മേയർ ഇലക്ഷനിലൂടെ തീരുന്നില്ലല്ലോ ജോക്കി. സിറ്റിയിലെ ആവശ്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് ബാക്കി സിറ്റിയിലെ ആൾക്കാരുടെ പാർട്ടിയല്ലേ ഇതൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ ആക്ച്വലി. ഇനി ഒരു ഞാൻ എന്റെ കണക്കൂട്ടിലാണെങ്കിൽ ഒരു 15 പാർട്ടിയാണ് ഇവിടെ. ഒരു 15 പാർട്ടി നമുക്കെതിരെ കാണും. പക്ഷെ ജോക്കി പറയണല്ലോ ഒരു പോയിന്റ് ഉണ്ട്. ജോക്കി ഇപ്പം നിന്ന് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിയാണല്ലോ ഇതെല്ലാം ചെയ്യണ്ടേ. അതെ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, JDP BVK അലയൻസ് ചെയ്യാൻ പറ്റുമോ? ആ അലയൻസ് ആണ് ഇപ്പൊ ഞാനിവിടെ പ്ലാൻ ചെയ്തേക്കുന്നത്. അത് നിന്റെ അടുത്ത് പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഒരു ഗ്യാങ്ങിൽ 2 ആൾക്കാരെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കേണ്ടത് ഞാൻ പറയട്ടെ. രണ്ട് സ്ഥാനാർത്ഥി ഇല്ല ചന്ദ്ര, 2 സ്ഥാനാർത്ഥി ഇല്ല. BVK ഈ വട്ടത്തെ മേയർ ഇലക്ഷന് മത്സരിക്കുന്നില്ല. അതായത് മേയർ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ മുന്നോട്ടുള്ള കാര്യമാണ് പറയുന്നത്. ജോക്കി ഞാൻ ഇത് പറയണ ഒരു കാര്യം ജോക്കി ശ്രദ്ധിക്കും ജോക്ക്. ഞാൻ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ജോക്കി. ജസ്റ്റ് ആലോചിച്ചാൽ മതി, നമ്മളിപ്പോ ഗ്യാങ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഗ്യാങ്ങിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതൊരു പാർട്ടി ആയിട്ട് ബാക്കിയുള്ള ഗ്യാങ്ങിലെ മെമ്പേഴ്സിനെയൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ആൾക്കാരായിട്ട് സംസാരിക്കാം, മറ്റേ ഇന്ററാക്ട് ചെയ്യാം, കുറെ കഴിവുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാം. ഞാൻ സീരിയസ് ആയിട്ട് പറയാം ജോക്കി. പാർട്ടി മീറ്റിംഗ് ബാക്കി ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് വെളിയിലുള്ള ഗ്യാങ്ങിൽ നിന്നും സംസാരിക്കാൻ താല്പര്യമുള്ള ഗ്യാങ്ങിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് വരും. അപ്പൊ അവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്ത് നല്ല കുറെ സിറ്റുവേഷൻസ് കൊണ്ടുപോകാം. ആഴ്ചയിൽ ഒരു പാർട്ടി മീറ്റിംഗ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഏത് ഗ്യാങ് മെമ്പറിനോ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോബ് സ്റ്റാർ വെട്രിക്കഴകം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലയിച്ചിട്ട് ഈ പാർട്ടിയുടെ പ്രചരണ പരിപാടി ഫുള്ള് ബോബ് സ്റ്റാർ നോക്കിക്കോളാന്നാണ് ബോബ് സ്റ്റാർ പറയുന്നത്. ഞാൻ ഓക്കെ ജോക്കി, എന്നാ ഞാൻ ഒരു ജോക്കിയുടെ തൊട്ട് കാര്യം ചോദിക്കട്ടെ ജോക്കി. അപ്പൊ ജോക്കിയുടെ ഇതിന്റെ പാർട്ടിയുടെ പേര് JDP ഇലക്ഷനിൽ നിന്ന് ജയിക്കുന്നു എന്ന് വിചാരിച്ചോ? JDP ജയിച്ചതിന് ശേഷം BVKക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ബോബ് ഉണ്ടാവും. അതിൽ ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സും ജോക്കിയുടെ ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സും അലയൻസ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് ഈ സിറ്റിയിലെ പ്രശ്നങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഇതാക്കും. അപ്പം ആ പാർട്ടി BVK പ്രൊമോട്ട് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ ബോബിന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാലും മേയർ ആവുകയാണെങ്കിൽ ബോബാണ് പ്രസിഡന്റോ അങ്ങനത്തെ തസ്തികയ്ക്ക് നിൽക്കുന്നത് ആക്ച്വലി. ഞാനിത് പറയാൻ ഒരു കാരണമുണ്ട് ജോക്കി. അവൻ നല്ല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്. ജോക്കി ചെയ്യുന്നില്ലതല്ല ജോക്കി. താല്പര്യമില്ല. ചന്ദ്രൻ പോടാ അവിടുന്ന്. ജോക്കി ഞാൻ പറയണ കാര്യം ജോക്കി മനസ്സിലാക്കി. ജോക്കിക്ക് കോമ്പറ്റീഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ജോക്കി നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയണ ജോക്കി സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു സാധനം വേറെയാ. സിറ്റിയിലെ ബാക്കിയുള്ള ഗ്യാങ്ങുകൾ ജോക്കിക്കെതിരെ പാർട്ടി തുടങ്ങും. നമുക്ക് അലയൻസ്ഡ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയ നമുക്ക് 2 പാർട്ടിയിലെ മെമ്പേഴ്സിന്റെ കൗണ്ട് വെച്ച് നോക്കിയാൽ നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാവും. ജോക്കി അത് ചിന്തിക്കും. ഞാൻ അതാ പറയുന്നേ. അത് ബോബ് നല്ല രീതിയിൽ അത് ഇപ്പൊ ഒപ്പോണന്റ് ആയിട്ട് ബോബ് നിൽക്കുവാണെങ്കിൽ തന്നെ ജോക്കി അവനത് നന്നായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന. ജോക്കി ആയതുകൊണ്ട് മാത്രമാണ് അവൻ അതിനകത്തുനിന്ന് മാറിയത്. മനസ്സിലായ?
ജോക്കി ആയതുകൊണ്ട് മാത്രമാണ്. അണ്ണു മേയർ ആവുകയാണെങ്കിലേ നമുക്ക് ഇല്ലീഗൽസ് ഒക്കെ ചെയ്യാൻ പെർമിഷൻ തരുമോ? ഇല്ല. അണ്ണു അപ്പൊ ജോക്കി ഇതിന് ശേഷം മേയർ ഇലക്ഷന്റെ ജോക്കിക്ക് വേണ്ടി ഇടവും വലവും ഞങ്ങൾ ഉണ്ടാവും. ഓ ഞാൻ ഉണ്ടാവൂല. ഞാൻ ഉണ്ടാവും ജോക്കി, നമ്മളെല്ലാം ടിവിയിൽ എല്ലാരും ഉണ്ടാവും. ചന്ദ്ര, ഞാൻ നിന്നെ ഒരു വ്യക്തിയായിട്ട് പോലും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ അത് ഒരു കൺഫ്യൂഷനും വേണ്ട. നമ്മൾ നമ്മൾ അത് കഴിയുമ്പോ ഉള്ള കാര്യമാണ് പറഞ്ഞേ. ബോബിന്റെ വഴിക്ക് വിട്ടിട്ട് അവൻ അത് ഫോം ചെയ്തോട്ടെ. എന്നിട്ട് BVKയും നമുക്ക് JDPയും കൂടെ നമുക്കൊരു അലയൻസിൽ ഒരു ഈ സിറ്റി കണ്ടിട്ടില്ലാത്ത രീതിയിലത്തെ ഒരു കിടില പാർട്ടി പരിപാടി അങ്ങ് നടത്താം നമ്മള്. ജോക്കി മറ്റേ അതിനകത്ത് എമ്പുരാനിലെ മറ്റേ പുള്ളിയായിട്ട് വരണം, ടോവിനോ പോലെ. ആദ്യം വന്നിട്ട് എനിക്ക് മലയാളം അറിയില്ല അങ്ങനത്തെ സാധനല്ലേ. അത് വന്നിട്ട് ജോക്കി മലയാളത്തിൽ ഒരു മറ്റേ മൂർച്ചയുള്ള വാക്കുകൾ തുപ്പുന്ന ഒരു പ്രസംഗം അങ്ങ് കാച്ചണം. ആക്ച്വലി ഞാൻ എന്തോന്നറിയോ, നമ്മുടെ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഇറ്റാച്ചി സ്നൈപ്പും ഒക്കെയാണ്. പക്ഷെ ഞാൻ ബോബിനെ ഈ ഇലക്ഷന് ഞാൻ ബോബിനെ അങ്ങ് ഏൽപ്പിച്ചു കംപ്ലീറ്റ് ആയിട്ട്. യൂത്ത് ഇവന്മാര് 3 പേരും കൂടെ നോക്കി നടത്തിക്കോട്ടെന്ന്. കാരണം 3 പേരും അങ്ങ് നടത്തി കഴിഞ്ഞാൽ തന്നെ യൂത്ത് നമ്മുടെ ഇരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടാണ്, എനിക്ക് കുറച്ച് ഇല്ലീഗൽസ് പരിപാടി സിറ്റിയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് കിട്ടിയിട്ട് പറയാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ഗോഡ് ഫാദറിന്റെ റോള് നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ. അതായത് അണ്ണു ഇപ്പൊ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മേയർ ആയി കഴിഞ്ഞാൽ ഗണ്ണല്ല അല്ലാത്ത ചില വെട്ടുവീഴ്ചകളൊക്കെ ചെയ്തു തരണം. കണ്ണടക്കണം. പോലീസൊക്കെ അണ്ണൂന്റെ ചെലപ്പടിക്കില്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ നമ്മുടെ കണ്ണല്ല, വേറൊരു ഗ്യാങ്ങിന്റെ കണ്ണെന്ന് വിചാരിച്ചോ. വേറൊരു ഗ്യാങ്ങിനെ കണ്ട. അപ്പൊ ആ കണ്ണ് പോലീസ് പിടിച്ചത് വിചാരിക്കുക. അപ്പൊ അണ്ണു വിളിച്ച് പറയാണ്, ഹലോ സംസാരിക്കുന്നത് ഇത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് അങ്ങനെയൊക്കെ പറഞ്ഞ്. മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ആലോചിക്കാം. ഇവിടെ സിറ്റിയില് എല്ലാരും വിഷയമാണ്. സിറ്റിയില് എല്ലാ ഗാങ്സ് KV വിഷയമാണ്, MX-30 വിഷയമാണ്, ഇടിവെട്ട് സുഗുണം വിഷയമാണ്. നമ്മുടെ TV ഓഡിയൻസ് എല്ലാരും വിഷയമുണ്ടോ നിനക്ക്? ഓ പറഞ്ഞേക്കാം. ഓക്കെ പറഞ്ഞേക്കാം. അപ്പം ഇനി ഹാപ്പി 40s, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ 40 വയസ്സായേ പിന്നിക്ക്. മനുഷ്യരൊക്കെ എന്ത് പെട്ടെന്നാ വളരണേ, എന്ത് പെട്ടെന്നല്ലേ മനുഷ്യരൊക്കെ വളരണേ. എനിക്ക് 15 വയസ്സുള്ളപ്പോ പുള്ളിക്ക് 30 വയസ്സുണ്ട്. ഇപ്പൊ പുള്ളിക്ക് ഒരു 40-42 വയസ്സായി. ജോക്കി ഹലോ, ഒരു മിനിറ്റ്. സീരിയസ്ലി ചേട്ടാ ചുമ്മാടാ. ജോക്കി മെന്നിക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും ജോക്കി? 35 അല്ലേ? 35. 35ാമത്തെ വയസ്സിലും എന്നാ ഒരു അടിയാടാ ഊവേ. 35ാമത്തെ വയസ്സിൽ അങ്ങ് അടിക്കണ അടിയൊക്കെ കണ്ടാ. അപ്പൊ പറഞ്ഞു നോക്കി. അല്ല ഇവനെ ഇല്ലീഗലിന്റെ അത് നീ പറ, നീ ഇവൻ ഇല്ലീഗലിനെ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ജോക്കി മേയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജോക്കി ജില്ലക്കകത്തെ വിജയാണ്. നമ്മൾ പറയണതൊന്നും ജോക്കി അങ്ങനെയൊന്നും ചെയ്തു തരത്തില്ല. ജോക്കി നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഇലക്ഷന് നിൽക്കുമ്പോ തോക്കുന്നത് നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന പ്രശ്നമല്ലേടാ ചന്ദ്ര. നമുക്ക് ജയിച്ച് നമുക്ക് ഉപകാരം ഉണ്ടാവണ്ടേ? എടാ ചില കാര്യങ്ങളൊക്കെ ജോക്കി കണ്ണടയ്ക്കും. സിറ്റിയിലെ മേയറായിട്ട് ഇപ്പൊ വാസന വിചാരിക്കാം, അണ്ണു സിറ്റിയിലെ മേയറായിട്ട് ഇരിക്കുന്നു. അണ്ണനെ പോലീസ് ജയിലിൽ കൊണ്ടിടുന്ന കാര്യം ആലോചിച്ച് നോക്കിയേ. അതിലിപ്പോ നാളെക്കാണോ നമ്മുടെ കുടുംബത്തിന്? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പോയി ഇൻവോൾവ് ആവാൻ പറ്റൂല. ജോക്കിക്ക് അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതൊക്കെ പറ്റി മേയറിനുള്ള പവർ ഉണ്ടെന്ന്. എടാ മേയർ ചില കാര്യങ്ങളൊക്കെ ജോക്കി കണ്ണടയ്ക്കും. അത് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അടപ്പിക്കാം. ഇങ്ങോട്ടൊന്ന് ഒരു മിനിറ്റ്. ജോക്കിയുടെ കണ്ണടയൂല്ലേ ജോക്കി? ഞാനൊരു കാര്യം ചോദിക്കട്ടെ.
ഇത് പണ്ട് മുതലേ പൊട്ടനാണോ അതോ ഗ്യാങ് കേറി കഴിഞ്ഞിട്ട് പൊട്ടനായതാണോ? ഇവന് ഞാൻ പറഞ്ഞില്ലേ ഇവന് ബുദ്ധി ഇല്ലാത്ത കൂട്ടത്തില ഇവൻ പണ്ടേ. ഇവനെ കൊച്ചിലെ അനാഥാലയത്തിൽ അവർക്ക് കിട്ടുമ്പോ അവരെന്തോ പറയുന്നത്, പക്ഷെ കമ്പാരിറ്റീവ്ലി ഇവന് മാത്രം വെയിറ്റ് കുറവായിരുന്നു ഒന്ന് കുറച്ച്. കാരണം തലയ്ക്കകത്തൊന്നുമില്ല, ബ്രെയിൻ ഇല്ലായിരുന്നല്ലോ. ഇതിന്റെ ഒരു വെയിറ്റ് കുറവുണ്ടായിരുന്നു ഇവന്. എപ്പോഴും പറയും പള്ളിയിലെ ഫാദർ എപ്പോഴും പറയും അവനാണ് കിട്ടിയ സമയത്ത് ഇവന് ഒട്ടും വെയിറ്റ് ഇല്ലായിരുന്നു. നിൽക്കുന്ന മുണ്ടെടുത്ത് ടെർമിനേറ്ററിനെ കണക്ക്. അതാ പറഞ്ഞേ, പുള്ളിക്ക് പണ്ടിട്ടുള്ളത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഫീഡ് ചെയ്യാൻ പറ്റൂല. എന്ത് ചെയ്യാൻ പറ്റും നോക്കി, അത് മനസ്സിലാവണ്ടേ. ചന്ദ്ര എന്താണ് കോൺവെർസേഷൻ? അണ്ണാ ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, എന്നെ ആരും വിഷ് ആക്കിയില്ല അണ്ണാ. ബ്ലൈൻഡ് ഓപ്പി മോനെടാ മെനി ഹാപ്പി റിട്ടേൺസ് ഗൈസ്. അവനെ ആരും വിഷ് ചെയ്തില്ല, ഒന്ന് വിഷ് ചെയ്ത ഗൈസ് അവനെ. ബ്ലൈൻഡ് ഓപ്പി മോനെ മെനി ഹാപ്പി റിട്ടേൺസ് ബ്രോ. വ്യക്തിപരമായ താല്പര്യമാണ് ഈ പാർട്ടി ആൾക്കാർ ജയിപ്പിക്കുന്നത്. അവസാനം വ്യക്തിപരമായ താല്പര്യമാണ് അത്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ വോട്ട് ചെയ്തതൊക്കെ നിന്റെ ഇഷ്ടമാണ് ചന്ദ്ര. പക്ഷെ നമ്മൾ എൻഡ് ഓഫ് ദി ഡേ ടി വി എന്ന് ഒരാള് നിൽക്കുന്ന സമയത്ത് ജയിക്കണോന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ച് ജയിക്കുകയും ചെയ്യും. മനസ്സിലായോ? ഞാൻ തോപ്പിക്കട്ടാണ് എന്നെ. നീ ഞങ്ങൾ തോപ്പിക്ക്. ഉറപ്പാണേ. ജോഗി ഒരു മിനിറ്റ് ഒന്ന് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നത് ജോക്കി. ഒറ്റ ബുദ്ധിയാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, കയ്യില് നാട്ടുകാരെ പറ്റിച്ച് ഇഷ്ടം പോലെ കാശുണ്ട്. ഇലക്ഷന്റെ തലേന്ന് എല്ലാവർക്കും പൈന്റും ഉടുപ്പും ലാപ്ടോപ്പും ഒക്കെ കൊടുത്ത് മൈക്കിക്കളയും. നമ്മുടെ ഫണ്ടർ ആരാന്നറിയാവോ? ആരാ? സ്റ്റാഫ് ഗുരു. ജോക്കി സ്നാപ് ഗുരു ഒക്കെ ശരിയാ, ഫണ്ട് ഓക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഉരുട്ട് ബുദ്ധിയിൽ ഇവൻ കുറച്ച് സീനാണ് ജോക്കി. എനിക്ക് ഇവനെ അറിയാവുന്നോണ്ട് ഞാൻ പറയുക. ഞാനൊരു കാര്യം ചെയ്ത് തോപ്പിച്ചോളാം കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ആ കാര്യത്തിൽ അവൻ ഇച്ചിരി പ്രശ്നക്കാരനാ. അവനെ അധികം അങ്ങ് വെറുപ്പിക്കണ്ട. നമ്മളൊരു ഡീസന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതാക്കാം. ഹലോ, ഇങ്ങോട്ട് വന്നേ. വേറൊരു കാര്യമുണ്ട്. വേറെ കാര്യമുണ്ടോ? ഈ ഇലക്ഷനൊക്കെ ഇവിടെ നിക്കട്ടെ, ഇലക്ഷനെ കാണാൻ പോണ്ടേ. അന്ന് പോയിട്ടൊന്നും നടന്നില്ലായിരുന്നു കേട്ടോ. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ആ കൊച്ചിന് സത്യം പറഞ്ഞാൽ നിന്നെ കുറിച്ചൊന്നും അറിയത്തില്ല. ഞാനാണെങ്കിൽ ഇന്ന് ഗ്യാങ്ങിലെ പിള്ളേരുടെ അടുത്തൊക്കെ ചോദിച്ചു, ഒരു കല്യാണം തക്കുടുവാ വീട്ടിൽ ഒരു കല്യാണം നടത്തുന്നതിനെ കുറിച്ച് പിള്ളേർക്കെല്ലാം താല്പര്യമുണ്ട് കേട്ടോ. എനിക്ക് കല്യാണം ഒന്നും കഴിക്കണ്ട ജോക്കി. പിന്നെ ജോക്കി എനിക്ക് പ്രേമിച്ച് നടക്കാൻ പറ്റിയിട്ടില്ലല്ലോ കുറച്ച് നാളോ. അപ്പൊ പെട്ടെന്ന് കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് മാനേജ് ചെയ്യാൻ അറിഞ്ഞൂടാ. ഒന്നും ചുറ്റിലുണ്ടോന്ന് ചോദിച്ചു നോക്കുക. ഇന്ന് പറ്റില്ല. ഇന്ന് മറ്റേ ഉണ്ടല്ലോ. കാര്യം പറയട്ടെ, നിന്നെ അടുത്ത് അറിയത്തില്ല കേട്ടോ കുട്ടിക്ക്. നമുക്ക് അല്ലാതെ ഒരു ദിവസം കാണാം. കാണിക്കുന്ന എന്തിനാ? ഹലോ സുഖാണോ? നിന്നാണ് സിയോ ഇവിടെ ഫോണില്. ഞാൻ പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളായിരുന്നേ ജോക്കി ദർശനെ പറ്റി. അല്ലല്ല വേറൊരു കാര്യം, ഇങ്ങനെ പൊതുവെ ഇങ്ങനെ അല്ലാതെ ഒരു ഉണ്ടാക്കി പറ്റി പറഞ്ഞോണ്ടിരുന്നപ്പോ ദർശനെ പറ്റി പറഞ്ഞതാ. ദർശന ഞാൻ ഇത്തിരി നേരോടെ ഉള്ളു സിറ്റിയില്. ഞാനിപ്പോ ഇറങ്ങാൻ നാളെ ഉറപ്പായിട്ട് കാണാം. ജോക്കി എന്തോ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ജോക്കി കൂടെ നാളെ ഒന്ന് കാണാം. പ്രശ്നമില്ല അവൾ കൂട്ടാണ്. ഇത് അല്ല പുള്ളി വേറെന്തോ സംസാരിക്കാൻ എന്തോ അർജന്റ് കാര്യം സംസാരിക്കാൻ എന്തോ ആണ്. മെറ്റ എടാ അവരൊക്കെ ലൈവ് ആടാ. എടാ അവര് ലൈവ് ആടാ, പുള്ളിക്കാരി ലൈവിന്റെ ഇടയ്ക്ക് എങ്ങനെയാടാ മെറ്റ അടിച്ച് കളിക്കണത്? ലൈവ് ആയിരിക്കും അവരൊക്കെ. നിങ്ങൾ ചുമ്മാ അറിയാത്ത കാര്യം പറയല്ലേ ഗൈസ്. ആദ്യമായിട്ട് എന്റെ മാക്കാച്ചി കുത്ത് വർക്കാവുന്നേ. അവനെ കൊന്നോ? അറിയാതെ ഞാനൊന്ന് കൺട്രോള് പിടിച്ചൊന്ന് മുട്ടി നോക്കിയാടാ, ചത്തുപോയി. ഇതെങ്ങനെയാ മാക്കാച്ചി കുത്ത്? അങ്ങനല്ല അതാണ് ഇങ്ങനെ എന്നിട്ട് കൈ വെച്ചിട്ട് ചത്തുവോ? ഒരു മിനിറ്റ് കൈ വെച്ചിട്ട് റിയൽ ലൈഫില് ചന്ദ്രനെ കാണണോണ്ണാ. ഇപ്പൊ കാണിച്ചേ അണ്ണന്റെ ഫ്രണ്ടിൽ കറക്റ്റ് ഫ്രണ്ടിൽ നിന്ന് കാണണം. റിയൽ ലൈഫിൽ ഓസിയിൽ ചന്ദ്രനാണ് ഇത്. നോക്കിയോ സത്യമല്ലേ? അതുപോലൊക്കെ ഉണ്ട്.
നോക്കൂ മസിലൊക്കെ ഇപ്പൊ ഉള്ളതുകൊണ്ട് ഒന്നും കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല ജോക്കി നമുക്ക്. സത്യം ഇതേപോലെ ഈ കാര്യത്തിൽ അവരെ താറ്റാനൊന്നും പറ്റില്ല. സത്യം ഗൺസാണ് രണ്ടുപേരും. കുറച്ച് മാറി എന്ന് പറയാമേ നമുക്കിത്. ചില അച്ചിപ്പട്ടികൾ കേട്ടോണ്ടിരിക്കുവായിരിക്കും. റേഡിയോ എന്തോ വള്ളി ചെയ്യുന്ന 51 കയറിക്ക് ഉച്ചിരി എന്തോ വള്ളി ചെയ്യുന്നു. വള്ളി ആയില്ലല്ലോ. ഹലോ എന്തോ കോൾ വെച്ചപ്പോ എന്താ വള്ളി വല്ലോ ആയോ? ഒരു വള്ളിയിലെണ്ണ റേഡിയോയില് കോള് കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ലക്ഷു നീ സ്ഥലം ഓർത്തിരിക്കണം, എന്നെ ഇവിടെ ഒന്ന് പിക്ക് ചെയ്യണം കേട്ടാ. പിന്നെ എന്ത് പാടണ ജോക്കി, ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണേ ജോക്കി. അണ്ണം പോവാണല്ലേ അണ്ണാ. എടാ ഞാൻ ഇറങ്ങുവാ, എനിക്ക് പോണം.